ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളെക്കാട്ടിൽ നമ്മളെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടിപൊഴിച്ചിൽ. പലർക്കും മുടിപൊഴിച്ചിലിന് എന്ത് ചികിത്സ എടുക്കണം എന്നുള്ള കാര്യത്തിൽ തന്നെ കൺഫ്യൂഷനുണ്ട്. എപ്പോഴാണ് ഒരു മുടിപൊഴിച്ചിൽ നമ്മൾ ചികിത്സിക്കേണ്ട ഒരു ലെവലിലേക്ക് വരുന്നത് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സാധാരണഗതിയിൽ അതൊരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു ദിവസം 30 മുതൽ 40 വരെ മുടിയിഴകൾ തലയിൽ നിന്നും പൊഴിഞ്ഞു പോകും. ശരീരം മുഴുവനാണെങ്കിൽ 100 മുതൽ 200 വരെ മുടിയിഴകൾ പൊഴിഞ്ഞു പോകാറുണ്ട്. എന്നാൽ ഒരു ദിവസം തലയിൽ നിന്നും 100 മുടിയിഴകൾ പൊഴിഞ്ഞു പോകുമ്പോൾ അത് നമ്മൾ ചികിത്സിക്കേണ്ട ഒരു ലെവലിൽ നമുക്ക് മുടി പൊഴിച്ചിൽ എന്ന് പറയാം. നമ്മൾ എപ്പോഴാണ് മുടിപൊഴിച്ചിലുണ്ട് എന്ന് തിരിച്ചറിയുന്നത്? നാം സാധാരണ ചീർപ്പ് ഉപയോഗിച്ച് മുടി ചീകുമ്പോൾ അതിൽ പറ്റിയിരിക്കുന്നതാകാം, ഇല്ലെങ്കിൽ കിടക്കയിൽ നാം കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തലയണയിലോ മറ്റോ പറ്റിയിരിക്കുന്നതാകാം, ഇല്ലെങ്കിൽ ബാത്റൂമിൽ നിങ്ങൾ കുളിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് അടിഞ്ഞുകൂടുന്ന മുടിയുടെ അളവാകാം, ഇല്ലെങ്കിൽ നിങ്ങൾ തല തുവർത്തുന്ന സമയത്ത് അതിനകത്ത് ടവലിൽ വരുന്ന മുടിയുടെ അളവാകാം. ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ദിവസം പൊഴിയുന്ന മുടി ഇഴകൾ എണ്ണുന്നതിന് നമുക്ക് പര്യാപ്തമാണ്. നമ്മൾ മുടിയിഴകൾ പോകുന്നത് കൂടുതൽ കോൺഷ്യസ് ആകുമ്പോൾ തന്നെയാണ് നമുക്ക് മുടിപൊഴിച്ചിലുണ്ട് എന്ന് മനസ്സിലാകുന്നത്. മുടിപൊഴിച്ചിലിന്റെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സാധാരണഗതിയിൽ നമുക്കതിന് ഫിസിക്കൽ, മെന്റൽ കോസസ് എന്നങ്ങനെ വേർതിരിക്കാം. ഫിസിക്കൽ കോസസ് എന്ന് പറയുന്നത് നാം എടുക്കുന്ന എന്തെങ്കിലും മെഡിസിൻസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാറുണ്ട്. ചിലതരം ഹോർമോൺ ടാബ്ലറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ വരാം, അതല്ലെങ്കിൽ കീമോതെറാപ്പി പോലുള്ള ക്യാൻസർ രോഗത്തിനുള്ള കടുത്ത ചികിത്സകൾ ചെയ്യുമ്പോൾ വരാറുണ്ട്. അതുപോലെ മറ്റു ചില മെഡിസിൻസ്, ഡിപ്രഷന്റെ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ വരാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ലിഥിയത്തിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം ടാബ്ലറ്റ്സ് എടുക്കാറുണ്ട്. അതെല്ലാം തന്നെ മുടിപൊഴിച്ചിൽ ടെൻഡൻസി ഉണ്ടാക്കാറുണ്ട്. ഇതെല്ലാമാണ് സാധാരണ ഒരു ഫിസിക്കൽ കോസ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഹോർമോണൽ കോസസ്, അതിൻ്റെ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഹോർമോണൽ വ്യത്യാസം. നമ്മുടെ ശരീരത്തിൽ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, ഏറ്റവും കൂടുതൽ മുടി പൊഴിച്ചിലുണ്ടാക്കുന്ന ഏറ്റവും സാധാരണ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് തൈറോയ്ഡ് ഹോർമോണിൽ വരുന്ന വേരിയേഷൻ. അത് നമുക്ക് ശരീരത്തിന് വണ്ണം വയ്ക്കുന്നതോ ഇല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനം ഡൗൺ ആവുകയോ ഒന്നുമല്ല. മുടി പൊഴിച്ചിലാണ് നമുക്ക് തൈറോയിഡിന്റെ പ്രശ്നത്തിന് ആദ്യം തിരിച്ചറിയുക. അത് ഹൈപ്പോ തൈറോയിഡിസം ആകാം, ഹൈപ്പർ തൈറോയിഡിസം ആകാം. രണ്ടിനും മുടി പൊഴിച്ചിൽ ഒരു സിംറ്റമായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും മുടി പൊഴിച്ചിലായി ഒരു ഡോക്ടറെ കാണാൻ വരുമ്പോൾ ഡോക്ടർമാർ ആദ്യം ചെക്ക് ചെയ്യുന്ന ടെസ്റ്റും തൈറോയിഡ് തന്നെയാണ്. അത് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് 3 ഇരട്ടിയോളം ഈ ഒരു പ്രോബ്ലം കാണുന്നത്. അതുമാത്രമല്ല, സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, അതായത് ഓവറിയിൽ വരുന്ന ഇഷ്യൂ, ഓവറിയിൽ വരുന്ന ഓവുലേഷന്റെ പ്രോബ്ലം കൊണ്ട് വരുന്ന സിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതും പലപ്പോഴും ഈ ഒരു കണ്ടീഷന് കാരണമാകുന്നുണ്ട്. തൈറോയ്ഡ് പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ തൈറോയ്ഡ് രോഗത്തിന്റെ ചികിത്സ ചെയ്യുക. എന്നാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, PCOD ആണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ട ഹോർമോൺ തെറാപ്പിയോ ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വ്യായാമമോ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഒരു പോംവഴി. അത് എപ്പോഴും ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ തന്നെ ചെയ്യേണ്ട കാര്യവുമാണ്. ഇനി മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഡെഫിഷ്യൻസി സൈൻസ് ആണ്. നമ്മുടെ ശരീരത്തിൽ വരുന്ന പ്രധാന ഡെഫിഷ്യൻസി സൈൻസ്, അതായത് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള മിനറൽസും വൈറ്റമിൻസും കുറയുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് മുടിപൊഴിച്ചിൽ കാണാറുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുന്നത്, അയണിന്റെ അംശം കുറയുന്നത് പലപ്പോഴും മുടിപൊഴിച്ചിലിന്റെ നമ്പർ 1 കാരണമാണ്. ഡെഫിഷ്യൻസിയിൽ നമ്പർ 1 ആണ്. അയൺ എന്ന് പറയുന്നത് നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ, നമുക്ക് ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം കാണുന്നത് അയൺ കുറയുന്നതാണ് മുടിപൊഴിച്ചിൽ സ്ത്രീകൾക്കുണ്ടാകുന്നത്. പലപ്പോഴും പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകുക, ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സപ്ലിമെന്റ്സ്, നമ്മൾ അയൺ ചേർന്ന ഭക്ഷണത്തിന്റെ അഭാവമാകാം. ഇതെല്ലാം തന്നെ മുടിപൊഴിച്ചിലിന് കാരണമാണ്. രണ്ടാമത്തത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ചെല്ലുന്നില്ല എങ്കിൽ, അത് കൂടുതലും വെജിറ്റേറിയൻസിനാണ് കൂടുതലും കാണുന്നത്. നാം ഇറച്ചി, മീൻ, മുട്ട കഴിക്കാത്തവരിൽ വേണ്ടത്ര വെജിറ്റബിൾ പ്രോട്ടീൻസ് ആയ ചെറുപയർ, കടല, പരിപ്പ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, കപ്പലണ്ടി പോലുള്ള പയറുവർഗ്ഗങ്ങൾ, ഇതൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഫീൽ ചെയ്യും. അതിന്റെയും ഫസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത് മുടിപൊഴിച്ചിൽ തന്നെയാണ്. അതല്ലെങ്കിൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള സെലീനിയം, സിങ്ക്, ഇവയുടെ ഡെഫിഷ്യൻസിയും നമുക്ക് ഇത് തന്നെയാണ്. അതായത് മുടിപൊഴിച്ചിൽ അതിന്റെ ഫസ്റ്റ് ലക്ഷണമായിട്ട് വരാറുണ്ട്. ഇനി ഇമോഷണൽ പ്രോബ്ലംസ്, അതായത് മാനസികമായിട്ട് വരുന്ന പ്രോബ്ലംസ്, ദെൻ മെന്റൽ സ്ട്രെസ്, ഈ 2 കാരണങ്ങളാണ് നമ്മൾ
മലയാളികളെ സംബന്ധിച്ച് മുടി പൊഴിച്ചിലിന് നമുക്ക് തൈറോയ്ഡ് പോലെ തന്നെ പ്രധാനമായിട്ടും കാണുന്നത്. മെന്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയോ അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളോ വന്ന് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കേണ്ടി വരുന്നു, രാത്രി ഉറക്കമൊഴിഞ്ഞ് പഠിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓവർ സ്ട്രെയിൻ എടുത്ത് ജോലി ചെയ്യുന്നു. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മുടി പൊഴിച്ചിലിന്റെ ഒരു പ്രധാന കാരണമാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇമോഷണൽ സ്ട്രെസ് ആണ്. ഇമോഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള പ്രോബ്ലംസ് ആകാം, വീട്ടിൽ അമ്മായിയമ്മ മരുമകൾ പ്രശ്നമാകാം, ഇല്ലെങ്കിൽ വീട്ടിൽ ഹസ്ബൻഡുമായിട്ടുള്ള പ്രോബ്ലംസ്, ഇല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോവുക, വേണ്ടപ്പെട്ടവരെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന സാഹചര്യം. ഇതെല്ലാം തന്നെ നമുക്ക് ശരീരത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കാം. അതായത് മെന്റൽ സ്ട്രെസ്സും ഇമോഷണൽ സ്ട്രെസ്സും അഡ്രിനാലിൻ ഹോർമോണിൽ വ്യത്യാസം വരുത്തുന്നു. അഡ്രിനാലിൻ ഹോർമോണിൽ വരുന്ന ഏറ്റക്കുറച്ചിൽ ഫസ്റ്റ് ബാധിക്കുന്നത് മുടിയിഴകളെ തന്നെയാണ്. സ്കിന്നിന്റെ ലെസ്സർനെസ് പോവും, അതായത് സ്കിന്നിന്റെ തിളക്കം നഷ്ടപ്പെടുകയും മുടിയിഴകൾ പൊഴിയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം, നിങ്ങളൊരു മുടി പൊഴിച്ചിലായി ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടായോ, ടെൻഷനോ ഇമോഷണൽ പ്രോബ്ലമോ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ആലോചിച്ചിട്ട് പറയും ഇല്ല ഡോക്ടർ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടായില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിലൊരു ഡെഫിഷ്യൻസി വന്നാലോ ഇല്ലെങ്കിൽ ഇമോഷണലോ മെന്റൽ സ്ട്രെസ്സോ വന്നാലോ നമുക്ക് അത് ഒരു മുടിയിഴകൾ പൊഴിയുന്ന ഒരു ലെവലിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 2 മുതൽ 2.5-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ഏപ്രിൽ ആണ് അല്ലെങ്കിൽ മാർച്ച് ഏപ്രിൽ സമയത്താണ് നിങ്ങൾക്ക് പരീക്ഷയോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി നിങ്ങൾ സ്ട്രെയിൻ ചെയ്തതെങ്കിൽ അതിന്റെ ഫലമായി നിങ്ങൾക്ക് മുടി പൊഴിയുക എപ്പോഴും ജൂൺ ആയിരിക്കാം, ഒരു 2 മാസം കഴിഞ്ഞിട്ടായിരിക്കാം അതിന്റെ ലക്ഷണങ്ങൾ കാണുക. പലരും ചെയ്യാറുണ്ട്, വണ്ണം പെട്ടെന്ന് കുറയാനായിട്ട് ക്രാഷ് ഡയറ്റ് ചെയ്യാറുണ്ട്, ജ്യൂസ് ഡയറ്റ് എടുക്കാറുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ട മിനറൽസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കും. എന്നാൽ ഇതെല്ലാം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുക ഇതെല്ലാം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞിട്ടായിരിക്കാം. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, മുടിയിഴകളിൽ വരുന്ന പ്രോബ്ലംസ് ഒരു സ്ലോ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ബോഡിയിൽ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് അതിന്റെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്തേക്കാം. അതുപോലെ മറ്റൊരു പ്രധാന വിഷയമാണ് കഷണ്ടി. അത് പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും കാണുന്നത്, സ്ത്രീകളിലും കാണപ്പെടുന്നുണ്ട്. എന്നാൽ പുരുഷന്മാരിൽ തലയിൽ എം ഷേപ്ഡ്, അതായത് എം എന്ന് പറയുന്ന ക്യാപിറ്റൽ എം, ഞാൻ എൻ്റെ മുഖത്ത് കാണിക്കാം, നമുക്ക് ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ മുടി പൊഴിയുന്നത്, അതായത് ഇവിടെ അല്പം മുടി ഉണ്ടാവും, ഈ 2 സൈഡിലും കയറി വരുന്ന ഒരു രീതിക്ക് ആണ് പുരുഷന്മാരിൽ മുടി പൊഴിയുന്നത്. ഇത് കൂടുതലും ആൻഡ്രോജനിക്, അതായത് ആൻഡ്രോജൻ ഹോർമോൺ റിസപ്റ്റാഴ്സ് ഉള്ള മുടികൾ കൂടുതൽ പൊഴിയുന്നു. അത് നേരിട്ട് പൊഴിയുകയല്ല, ഗ്രാജുവലി തലയിലുള്ള ഈ എം ഷേപ്പിൽ ഫ്രണ്ടിലുള്ള മുടി തിന്നാവുന്നു, മുടിയുടെ കട്ടി കുറഞ്ഞ് ഗ്രാജുവലി പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതിന് പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ്. 7 തലമുറയിലുള്ള ജീൻ വരെ കഷണ്ടിയുടെ ജീനുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാം എന്ന് തന്നെയാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്ത് വന്ന് യുവാക്കൾ പറയുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ എൻ്റെ അച്ഛന് മുടി പൊഴിഞ്ഞത് 50 വയസ്സുകളിലാണ്, എന്നാൽ എനിക്ക് 25 വയസ്സായപ്പോൾ തന്നെ മുടി പൊഴിയുന്നു, എന്താകാം ഇത് കാരണം, ഇത് വെറും കഷണ്ടിയാണോ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, നമുക്ക് ജനറ്റിക്കലായിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് വരുന്നത് പലപ്പോഴും നമ്മുടെ അച്ഛന് ഒരു 50-ലോ അല്ലെങ്കിൽ 60 വയസ്സിലോ ആണ് മുടി പൊഴിയുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ തലമുറയിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന്റെ മിനറൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആകാം, സ്ട്രെയിൻ ആകാം, ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആകാം, അല്ലെങ്കിൽ വേണ്ടത്ര ഭക്ഷണത്തിന്റെ അഭാവമാകാം. ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ജീനുകൾ നേരത്തെ ആക്റ്റീവായി തുടങ്ങുന്നു. ഇതും കഷണ്ടിക്ക് ഒരു കാരണമാണ്. ഇതുകൊണ്ടാണ് വളരെ നേരത്തെ മുടി പൊഴിയുന്നത്. എന്നാൽ വേണ്ടത്ര മിനറൽ സപ്ലിമെന്റ്സിന്റെയും വൈറ്റമിൻ സപ്ലിമെന്റ്സിന്റെയും പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസിന്റെയും ഉപയോഗം കൊണ്ട് നമുക്ക് പലപ്പോഴും കഷണ്ടി ഉണ്ടാകുന്ന ഒരു സമയം നമുക്ക് നീട്ടിവെക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഡാൻഡ്രഫ്. നമുക്ക് താരൻ എന്ന് വിളിക്കുന്നു, എക്സ്ഫോളിയേറ്റീവ് ഡെർമറ്റൈറ്റിസ് എന്നാണ് നമ്മുടെ മെഡിക്കൽ ടേം. ഇത് പലപ്പോഴും മുടി പൊഴിയുന്നതിന്റെ കാരണമാണ്. തലയോട്ടിയിൽ വരുന്ന ഫംഗൽ രോഗങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ മുടി പൊഴിച്ചിലിന്റെ പ്രധാന ഫാക്ടേഴ്സ് ആണ്. സോ മുടി പൊഴിച്ചിൽ മാനേജ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഈ കണ്ടീഷൻ ഉണ്ടാകുന്നു എന്ന് നോക്കി മാത്രമാണ് അതിന് ചികിത്സ എന്നുള്ളത്. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹെയർ ഓയിലുകളുണ്ട്, മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന തലയിൽ തേക്കുന്ന സിറമുണ്ട്, പ്രോട്ടീൻ, പല കമ്പനികളുടെ പ്രോട്ടീൻ സിറമുണ്ട്. ഇതൊന്നും തന്നെ നമുക്ക് ഒരു പരിധിക്ക് മുകളിൽ ഗുണം തരില്ല. എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് ഹെയർ ഫോളിന്റെ കാരണം മനസ്സിലാക്കി ചികിത്സ ചെയ്താൽ മാത്രമേ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാകുകയുള്ളൂ. ഹെയർ ഫോൾ അത്ര നിസ്സാരമായ കാര്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.